ഹലോ നമസ്കാരം. ഏവർക്കും റാവുത്തർ വ്ളോഗ്സിലേക്ക് സ്വാഗതം. വീട്ടിലേക്ക് കുറച്ച് വാഴവിത്തുകൾ എടുത്തിട്ടുണ്ടായിരുന്നു നടാൻ വേണ്ടിയിട്ട്. അപ്പം അതിങ്ങനെ എങ്ങനെ നടാം അതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാഴക്കൃഷി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും വ്യാപകമായി നടക്കുന്ന കൃഷികളിലൊന്നാണ് വാഴക്കൃഷി. ഇതിൻ്റെ നടീൽ സമയം എന്ന് പറയുമ്പോൾ മഴക്കാലത്ത് അല്ലെങ്കിൽ ഓണം കഴിഞ്ഞുള്ള ടൈമുകളിലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതിന് ഉപയോഗിക്കേണ്ട വളമെന്ന് പറയുമ്പം ഓർഗാനിക് വളം അഥവാ NPK രാസവളവും കൃത്യമായ അളവിൽ നൽകണം. ഇടയ്ക്കിടെ കുഴൽ മണ്ണിട്ട് ചിതറുകയും വേണം. അതുപോലെ തന്നെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതാണ് ജലസേചനം. വാഴയ്ക്ക് സ്ഥിരമായി വെള്ളം നൽകണം. അതിന് നമുക്ക് ഏറ്റവും ഉപയോഗപ്രദമാകുന്ന ഡ്രിപ്പ് ഇറിഗേഷൻ ഏറ്റവും നല്ലൊരു രീതിയാണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വിത്തെന്ന് പറയുമ്പോൾ കപ്പയുടെ വിത്താണ്. കപ്പയുടെ വിത്തും മറ്റു സാധാ വിത്തും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പം കപ്പയുടെ വിത്തിന് നല്ല ചുവപ്പ് നിറമായിരിക്കും. നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നുണ്ട്. ആ വ്യത്യാസം നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാവാൻ കഴിയും. രോഗനിയന്ത്രണങ്ങൾ വന്നിട്ട് ഇലത്തളർച്ച, വാഴപ്പൂവ് രോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് ജൈവരാസ നിയന്ത്രണം മാർഗ്ഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. പിന്നെ വിളവെടുപ്പ് സമയമെന്ന് പറയുമ്പം നമ്മൾ വാഴ നട്ട് കഴിഞ്ഞിട്ട് 10 ടു 12 മാസത്തിനകം നമുക്ക് വിളവെടുക്കാം. ഇതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ കൂടി ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഒരു വാഴ കുല കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കൃഷിപരമായ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉടൻ വരുന്നതായിരിക്കും.